എങ്ങനെയാണ് നോഹ തൻ്റെ പെട്ടകത്തിൽ ഇത്രമാത്രം ജീവജാലങ്ങളെ നിറച്ചത്? അതെങ്ങനെ സാധിച്ചു? അതിനെപ്പറ്റി സംശയമുള്ള ചിലരെങ്കിലും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നവരിൽ കാണാൻ സാധ്യതയുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നോഹയോട് ആവശ്യപ്പെടുകയാണ്, നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. ദൈവം കുറച്ച് നിർദ്ദേശങ്ങൾ നൽകുന്നു. എപ്രകാരം ജീവികളെ തിരഞ്ഞെടുക്കണമെന്നും ദൈവം നോഹയോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ലോകത്തെ ന്യായം വിധിക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് ദൈവം ഈ ജലപ്രളയത്തിൽ കൂടെ ഉദ്ദേശിച്ചത്. ലോകമെങ്ങും ഉണ്ടാകാൻ പോകുന്നൊരു ജലപ്രളയമായിട്ട് നമുക്കതിനെ അവിടെ കാണാനായിട്ട് കഴിയും. എന്നാൽ ഇന്ന് നാം ചുറ്റും കണ്ണോടിച്ചു കഴിഞ്ഞാൽ അനേക ജീവജാലങ്ങളുണ്ട്. ആയിരക്കണക്കിന് ജീവജാലങ്ങളെ നമുക്ക് ചുറ്റും കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ബയോളജി പറയുന്നതനുസരിച്ച് ഏകദേശം 2 തൊട്ട് 8 മില്യൺ ജീവജാലങ്ങൾ വരെ നമ്മുടെ ഭൂമിയിലുണ്ട്. അതിൽ ഏകദേശം 1.5 മില്യൺ ജീവജാലങ്ങളെ പേരിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പെട്ടകത്തിൻ്റെ അകത്തേക്ക് ഇത്രമാത്രം ജീവജാലങ്ങളെ കൊള്ളിച്ചത്? ഇത് സത്യത്തിൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു വിഡ്ഢിത്തമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, ദൈവം നോഹയോട് ആവശ്യപ്പെട്ടത് ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും പെട്ടകത്തിൻ്റെ അകത്തേക്ക് കയറ്റണമെന്നല്ല. എന്നാൽ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ കഥ ഇഷ്ടപ്പെടാത്തവര്, പ്രത്യേകിച്ച് നിരീശ്വരവാദികളായിട്ടുള്ളവര്, അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിച്ചിട്ടില്ല, ഒരു ഗ്ലോബൽ ഫ്ലഡ് ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇനി ഫ്ലഡ് ഉണ്ടായാലും നോഹയുടെ പെട്ടകമുണ്ടായാലും അതിൻ്റെ അകത്തേക്ക് ഇത്രമാത്രം ജീവജാലങ്ങളെ കയറ്റുവാൻ പറ്റത്തില്ല. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചിത്രങ്ങളാണ്. കാരണം കുത്തി നിറച്ച ജീവജാലങ്ങളെ അപ്രകാരമുള്ള ഒരു ചിന്ത കാഴ്ചക്കാരിൽ ഉണ്ടാകുന്ന തക്ക വിധത്തിലാണ് ഈ ചിത്രങ്ങളുടെ എല്ലാം രൂപീകരണം. എന്നാൽ ദൈവം നോഹയോട് ആവശ്യപ്പെട്ടത് 4 വിധ ജീവജാലങ്ങളെ പെട്ടകത്തിൽ പ്രവേശിക്കാനാണ്. അതായത് ആംഫിബിയൻസ്, മാമൽസ്, റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അതായത് മൃഗജാലങ്ങളെ, ഉരകങ്ങളെ, പക്ഷികളെ, ഇവയാണ് ഉൾപ്പെടുത്താനായിട്ട് ദൈവം നോഹയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ഈ ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളെയും കൊള്ളിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ഇത് നമ്മോട് സംസാരിക്കുന്നത്. പക്ഷേ ആദ്യമേ നമ്മൾ മനസ്സിലാക്കണം, ഇത്രമാത്രം ജീവജാലങ്ങളെ, കരയിൽ വസിക്കുന്ന ഈ ജീവജാലങ്ങളെ മാത്രമേ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം പറഞ്ഞിട്ടുള്ളൂ. ഒപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 1.5 മില്യൺ ജീവജാലങ്ങളെ, പേരിട്ടിരിക്കുന്ന ജീവജാലങ്ങളെ, അത് മൊത്തത്തിൽ ഇനി പെട്ടകത്തിൽ കയറാൻ പറ്റുമോ? പറ്റത്തില്ല. അതിൻ്റെ അകത്ത് ഏകദേശം ഒരു 98% ജീവജാലങ്ങളും, അതായത് 1.5 മില്യൺ ജീവജാലങ്ങളിലെ ഏകദേശം 98% അത് മൈക്രോ ഓർഗാനിസംസ് ആണ്, ബാക്ടീരിയാസ് ആണ്, ഇപ്രകാരമുള്ള സൂക്ഷ്മ ജീവികളാണത്. ബാക്കിയുള്ളവ മാത്രമേ ഈ പറയുന്ന ജീവജാലങ്ങളായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. അതിൽ ഭൂരിഭാഗവും കടലിൽ വസിക്കുന്ന മത്സ്യങ്ങളും കടലിലെ ജീവികളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ മനസ്സിലാകും, ദൈവം പറഞ്ഞിട്ടുള്ള ജീവജാലങ്ങളുടെ സെലക്ഷൻ, ഈ പെട്ടകത്തിലേക്ക് കയറേണ്ട ജീവജാലങ്ങളുടെ സെലക്ഷൻ, അതിൻ്റെ മൊത്തം കൗണ്ട് എടുത്ത് നോക്കിയാലും ഈ 1.8 മില്യൻ്റെ 99% അത് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാലും വീണ്ടും കുറേയധികം ജീവജാലങ്ങൾ കാണും. വീണ്ടും ആയിരക്കണക്കിന് ജീവജാലങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവയെ എപ്രകാരം കൊള്ളിച്ചു? കാരണം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പെട്ടകത്തിൻ്റെ വലിപ്പത്തെ പറ്റി പറയുന്നുണ്ട്. ആ പെട്ടകത്തിൻ്റെ വലിപ്പം ഇപ്രകാരമാണ്: 300 മുഴം നീളം, 50 മുഴം വീതി, 30 മുഴം ഉയരം. ഇന്നത്തെ മോഡേൺ മെഷർമെന്റിൽ പറയുകയാണെങ്കിൽ ഈ ക്യൂബിറ്റ് എന്ന് പറയുന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ക്യൂബിറ്റ് എന്ന് പറയുന്നത് 20.4 ഇഞ്ചസ് ആണ്. ഇതിനെ ഹീബ്രു ലോങ് ക്യൂബിറ്റ് എന്ന് പറയുന്നു, റോയൽ ക്യൂബിറ്റ് എന്ന് പറയുന്നു. എന്നാൽ ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യം പറഞ്ഞ പെട്ടകത്തിൻ്റെ വലിപ്പത്തെ ഇന്നത്തെ കണക്കിൽ പറയുകയാണെങ്കിൽ ഏകദേശം 510 മുഴം, അല്ലെങ്കിൽ അതായത് മുൻപേ പറഞ്ഞ പെട്ടകത്തിൻ്റെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കണക്കിന് തത്തുല്യമായിട്ടുള്ള ഇന്നത്തെ കണക്കെന്ന് പറയുന്നത് 510 അടി നീളവും 85 അടി വീതിയും 51 അടി ഉയരവുമാണ്. ഇനി മറ്റൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, പെട്ടെന്ന് മനസ്സിലാകാവുന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ, ഒരു 1.5 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്ര വലിപ്പം, അതായത് നീളവും 2 സ്കൂൾ ബസ്സുകളുടെ, ഒരു വലിയ 2 സ്കൂൾ ബസ്സുകളുടെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ അത്രമാത്രം വീതിയും, 3
ജിറാഫുകൾ ഒരുമിച്ച് മുകളിൽ നിന്ന് കഴിഞ്ഞാൽ എത്രമാത്രം ഉയരമുണ്ടോ അത്രയും ഉയരമാണ് നോഹയുടെ കാലത്തുണ്ടാക്കിയ ദൈവം ആവശ്യപ്പെട്ട പെട്ടകത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കും, പെട്ടകത്തിന്റെ വലിപ്പം പറഞ്ഞിട്ടുണ്ട്. പെട്ടകത്തിന്റെ വലിപ്പം പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ജീവജാലങ്ങളുടെ പ്രത്യേകതകളും എപ്രകാരം അവയെ തിരഞ്ഞെടുക്കണം എന്നുള്ളതും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. ഇത് രണ്ടും മനസ്സിൽ വെക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, പെട്ടകത്തിന്റെ വലിപ്പം വളരെ കൃത്യമായിട്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിപ്പം പറഞ്ഞിരിക്കുന്ന പെട്ടകത്തിന്റെ അകത്ത് വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഇത്രമാത്രം ജീവജാലങ്ങളെ കയറ്റാൻ പറ്റുമോ? ഒന്നാമതായിട്ട് കടലിലെ ജീവജാലങ്ങൾ ഒഴിവായി കഴിഞ്ഞു. ഈ പറഞ്ഞ മൈക്രോ ഓർഗാനിസംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവായി കഴിഞ്ഞു. ഇനി ഷഡ്പദങ്ങളും വേണമെങ്കിൽ ഒഴിവാക്കുവാൻ കഴിയും. ഇങ്ങനെ എല്ലാം ചിന്തിച്ച് കഴിയുമ്പോഴും അനേക ജീവജാലങ്ങളെ വീണ്ടും ഈ ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണ്? ഇത്രമാത്രം ജീവജാലങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പെട്ടകത്തിൽ കയറാൻ കഴിയുമോ? ഇപ്പോൾ പെട്ടകത്തിന്റെ വലിപ്പം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എപ്രകാരം ജീവജാലങ്ങളെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവ എങ്ങനെയുള്ളതായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ ഈ കാണായ ജീവജാലങ്ങളെ എല്ലാം കയറ്റാൻ കഴിയുമോ? അതായത് കരയിൽ വസിക്കുന്ന ഈ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, ബേർഡ്സ്, മാമൽസ് ഇവയെല്ലാം പെട്ടകത്തിൽ കയറാൻ പറ്റുമോ? ഇന്ന് നമ്മൾ ഈ ലോകത്ത് കാണപ്പെടുന്ന സ്പീഷീസുകളെല്ലാം ഈ പെട്ടകത്തിൽ കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നോഹ പെട്ടകത്തിൽ ജീവജാലങ്ങളെ നിറച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം പറയുന്നുണ്ട് കൈൻഡ് ആഫ്റ്റർ കൈൻഡ്, തരം തരമായിട്ട് സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. ഈ തരം എന്നുള്ള വാക്ക്, കൈൻഡ് എന്നുള്ള വാക്ക്, അതിന് തത്തുല്യമായിട്ടുള്ള ഹീബ്രു വാക്ക് ബാരമിൻ എന്നുള്ളതാണ്. ഈ ക്രിയേറ്റഡ് കൈൻഡ്സിനെ പറ്റിയുള്ള സ്റ്റഡീസിനെ പറയുന്നു ബാരമിനോളജി എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കൈൻഡ് എന്നുള്ള ഈ വാക്കിന്, ഈ തരം എന്നുള്ളതിന് തുല്യമായിട്ടുള്ള ഒരു വാക്ക് ആനിമൽ കിങ്ഡത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന പോലെ ആനിമൽ കിങ്ഡത്തെ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് ഇങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് സ്പീഷീസിനും ജീനസിനും മുകളിലുള്ള ഫാമിലി എന്നുള്ള ആ തരംതിരിവിന് തത്തുല്യമായിട്ടുള്ള ഒരു വാക്കാണ് കൈൻഡ് എന്ന് പറയുന്നത്. അതായത് ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചപ്പോൾ സ്പീഷീസുകളായിട്ടല്ല സൃഷ്ടിച്ചത്, കൈൻഡ് ആയിട്ടാണ് സൃഷ്ടിച്ചത്. ഇനി കൈൻഡ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എ ഡിസ്റ്റിങ്ക്ട്ലി ക്രിയേറ്റഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ഓൾ ഡിസെൻഡൻസ്. അതായത് ഈ സ്പീഷീസുകളുടെ ഒക്കെ പ്രത്യേകതകളുള്ള ഒരു കൂട്ടം ജീവജാലങ്ങൾ സ്പീഷീസുകളിലും ജീനസുകളിലുമുള്ള അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ ഒരുമിച്ച് ഉൾക്കൊള്ളുന്ന ഒരു വകുപ്പാണ്, ഒരു യൂണിറ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. ദൈവം സൃഷ്ടിച്ചത് കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ്. അതായത് തരം തരമായിട്ട് സൃഷ്ടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് വീണ്ടും ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 19-ാം വാക്യവും 20-ാം വാക്യത്തിലും നമുക്ക് വീണ്ടും കാണാനായിട്ട് കഴിയും. ദൈവം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതും തരം തരമായിട്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക, സ്പീഷീസുകളെ അല്ല ദൈവം തെരഞ്ഞെടുത്തത്. പെട്ടകത്തിന്റെ അകത്തേക്ക് കയറിയത് സ്പീഷീസുകളായിട്ടല്ല, കൈൻഡ് ആയിട്ടാണ്. അതായത് ആനിമൽ കിങ്ഡം ക്ലാസിഫിക്കേഷനകത്തുള്ള ഫാമിലി ആയിട്ടാണ് പെട്ടകത്തിന്റെ അകത്തേക്ക് ജീവജാലങ്ങൾ കയറിയത്. ഇനി അല്പം കൂടെ വ്യക്തമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി ഡോഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് എടുത്തു നോക്കാം. ഡോഗിന്റെ ആനിമൽ കിങ്ഡത്തിലെ ആ ഒരു ലെവൽ ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കാണാനായിട്ട് കഴിയും. അനിമേലിയ, കോർഡേറ്റ, മമേലിയ, കാർണിവോറ, കാനിഡേ, കാനിസ്, ലെപ്പസ്. ഇതിൻ്റെ അകത്ത് അവസാനം കാണുന്ന ലെപ്പസ് എന്ന് പറയുന്നത് സ്പീഷീസ് ലെവലാണ് വരുന്നത്. കാനിഡേ എന്ന് പറയുന്നതാണ് കൈൻഡ്. അപ്പോൾ ഈ കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് ലോകത്തിൽ ഏകദേശം 500 വർഷത്തിനകം സമയം കൊണ്ട് 400 ബ്രീഡ്സ് ആയിട്ടുള്ള ഡോഗ്സ് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 500 വർഷത്തിനടുത്ത സമയം കൊണ്ട് മനുഷ്യർ ബ്രീഡ് ചെയ്തുണ്ടാക്കിയ 400-നടുത്ത് ഡോഗുകൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് ഈ കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചത് കാനിഡേ കൈൻഡ് ആണ് പ്രവേശിച്ചത്. അതായത് ഒരു ആൺപട്ടിയും ഒരു പെൺപട്ടിയും പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് കാനിഡേ എന്നുള്ള ആ കൈൻഡാണ് പ്രവേശിച്ചത്.
കാരണം അതിന് ഇന്ന് കാണുന്ന സകല ഡോഗ് സ്പീഷീസുകളെയും ഉളവാക്കാനുള്ള കഴിവ് ഈ കാനഡയ്ക്കുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ പറയാം. ഇനി പൂച്ചയുടെ അടുത്ത് നോക്കുക. പൂച്ചയുടെ ക്ലാസിഫിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ആനിമേലിയ ഫസ്റ്റ്, കോർഡേറ്റ, മമ്മേലിയ, കാർണിവോറ, ഫെലിഡേ ആൻഡ് ഫെലിസ്. ഇതിൻ്റെ അകത്തൊരു കാര്യം കാണാൻ പറ്റും. ഫെലിഡേ എന്ന് പറയുന്ന ഈ കൈൻഡ് അല്ലെങ്കിൽ ഈ ബാരമിൻ അല്ലെങ്കിൽ ഈ തരമാണ് പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത്. ഇന്ന് കാണപ്പെടുന്ന ഈ ലയൺ, പാന്തർ, ടൈഗർ, ഈ വക മൃഗങ്ങളൊന്നും, അതായത് പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് ഫെലിഡേ എന്ന കൈൻഡാണ്. ഈ കൈൻഡിന് പെട്ടകത്തിൽ നിന്ന് പ്രളയം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ താഴെ പറയുന്ന ലയണയും പാന്തറിനെയും ടൈഗറിനെയും ഈ പറയുന്ന ഈ സ്പീഷീസുകളെല്ലാം ഉളവാക്കുവാനുള്ള കപ്പാസിറ്റി പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ച ഫെലിഡേക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹോഴ്സ് കൈൻഡ്, പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് ഹോഴ്സ് കൈൻഡ് ആണ്. ഈ ഹോഴ്സ് കൈൻഡ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ഇന്ന് നാം കാണുന്ന ഹോഴ്സ്, ഡോങ്കി, സീബ്ര, മ്യൂൾ ഇങ്ങനെയുള്ള ഈ സ്പീഷീസുകളെല്ലാം ഉണ്ടായി വന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാകും. പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത് ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റുകൾ പോലെ ടൈഗർ, അതുപോലെ ലയൺ, ക്യാറ്റ്, പാന്തർ, ഈ എണ്ണക്കൂടുതൽ കാണപ്പെടുന്ന ഈ ഡോഗ് സ്പീഷീസുകളൊന്നും നോഹയുടെ കാലത്തെ നോഹയോട് ദൈവം ആവശ്യപ്പെട്ട പെട്ടകത്തിനകത്തേക്ക് പ്രവേശിച്ചിട്ടില്ല. അതിന് പകരം പ്രവേശിച്ചത് ഡോഗ് കൈൻഡാണ് പ്രവേശിച്ചത്. ഈ ഡോഗ് കൈൻഡ് പ്രവേശിക്കുന്നത് കൊണ്ടും ഹോഴ്സ് കൈൻഡ് പ്രവേശിക്കുന്നത് കൊണ്ടും ക്യാറ്റ് കൈൻഡ് പ്രവേശിക്കുന്നത് കൊണ്ടും അത് പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഈ കാണുന്ന സകല സ്പീഷീസുകളെയും ഉളവാക്കുവാൻ കഴിയുമെന്നാണ് ഈ കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഈ ശാസ്ത്ര സത്യത്തിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. അതായത് നോഹയുടെ കാലത്ത് പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുവാൻ പറഞ്ഞ മൃഗങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ലോകത്തെമ്പാടുമുള്ള 10,000-കണക്കിന് മൃഗങ്ങൾ പ്രവേശിക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം ഒരു കൈൻഡ് പ്രവേശിച്ചാൽ മതിയാകും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ലോകത്തുള്ള സകല എണ്ണമറ്റ ജീവജാലങ്ങൾ, ഈ സ്പീഷീസുകൾ ഒന്നും തന്നെ പെട്ടകത്തിന്റെ അകത്തേക്ക് കയറേണ്ടതില്ല. അതിന് പകരം ഇതിൻ്റെ കൈൻഡ്, ഇതിൻ്റെ സ്വഭാവ സവിശേഷതകൾ നിലനിൽക്കുന്ന യൂണിറ്റായ കൈൻഡിലേക്ക് അല്ലെങ്കിൽ ഫാമിലി ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ അവയാണ് പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചതും അവയാണ് പ്രളയം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള 10,000-കണക്കിന് സ്പീഷീസുകളെ ഉളവാക്കിയെടുത്തതും. ഇവിടെ കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ ദൈവം തിരഞ്ഞെടുക്കപ്പെടുന്ന ജീവജാലങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ പ്രകാരം ശുദ്ധിയുള്ളവയിൽ നിന്നും ശുദ്ധി ഇല്ലാത്തവയിൽ നിന്നും എടുക്കണം. അതുമായി ബന്ധപ്പെട്ട് 7 എടുക്കണം എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവിടെ നിർദ്ദേശം കൊടുക്കുമ്പോൾ ദൈവം പറയുന്നുണ്ട് ശുദ്ധിയുള്ളവയിൽ നിന്നും എടുക്കണം, ശുദ്ധി ഇല്ലാത്തവയിൽ നിന്നും ഇത്രമാത്രം എടുക്കണമെന്ന് പറയുന്നുണ്ട്. 7 എന്നുള്ള വാക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നു. ഇവിടെ 7 കൈൻഡ്സ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 7 പെയർസ് ഓഫ് കൈൻഡ്സ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഈ 7 പെയർസ് ഓഫ് കൈൻഡ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എന്തുകൊണ്ടാണ് 7 പെയർസ് ഓഫ് കൈൻഡ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം സൃഷ്ടിപ്പിന്റെ സമയത്ത് 7 ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടിപ്പ് നടത്തുന്നത്. 6 ദിവസം കൊണ്ട് സകലതും ദൈവം സൃഷ്ടിച്ച ശേഷം 7ാമത്തെ ദിവസം ദൈവം വിശ്രമിക്കുകയാണ്. അവിടെ 7ാമത്തെ ദിവസം ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതാണ്. അനേക മാസങ്ങൾ അവർ പെട്ടകത്തിന്റെ അകത്തായിരുന്നു. പെട്ടകത്തിലെ വാസത്തിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്നും നോഹ ദൈവത്തിന് യാഗമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെയർ ആനിമൽസിനെ എടുത്താണ് യാഗമർപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിലെ ക്രിയേഷൻ വീക്കിനകത്ത് അവസാനത്തെ ദിവസം ദൈവത്തിന് വേണ്ടി നേർന്നിരിക്കുന്നത് പോലെ, ദൈവം മാറ്റിവെച്ചതുപോലെ ഇവിടെ 7 പെയർസ് ഓഫ് ആനിമൽസിനെ, അതിനകത്ത് ഒരു പെയർ, അതായത് 6+1, ആ ഒരു പെയർ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കുന്നതായിട്ട് നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയും. ഈ പെട്ടകത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്ന ജീവജാലങ്ങൾ അവയുടെ വാസം ഭൂമിയിൽ ആരംഭിച്ചപ്പോൾ പ്രോക്രിയേഷൻ നടത്തി ഇങ്ങനെ പ്രത്യുൽപാദനം സംഭവിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യത്തിൽ അവിടെ വംശനാശം സംഭവിച്ചു പോയ ജീവജാലങ്ങളുണ്ട്. ഈ വംശനാശം സംഭവിച്ച ജീവജാലങ്ങളും
ഇന്നും ജീവിച്ചിരിക്കുന്ന നിലനിൽക്കുന്ന ജീവജാലങ്ങളുടെയും കണക്കെടുപ്പെടുത്ത് നോക്കുമ്പോൾ, അതായത് കരയിൽ വസിക്കുന്ന ജീവജാലങ്ങളുടെ മൊത്തത്തിലുള്ള കണക്കെടുപ്പും അതിൻ്റെ കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ പെട്ടകത്തിൻ്റെ അകത്ത് എത്രമാത്രം ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ഏകദേശ കണക്ക് നമുക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ട ചാർട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഇതിനകത്ത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഈ ജീവജാലങ്ങളാണ് ഈ കാണുന്നത്. ആംഫിബിയൻസ് 194, റെപ്റ്റൈൽസ് 101, ബേർഡ്സ് 195, മാമൽസ് 137. ഇതിനെല്ലാം രണ്ടായിട്ട് ഗുണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്രമാത്രം ആനിമൽസ് ഉണ്ടായിരുന്നു ഇന്ന് ജീവിക്കുന്ന ഇത്രയും ജീവജാലങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒപ്പം തന്നെ വംശനാശം സംഭവിച്ചു പോയ കുറെ ജീവജാലങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആംഫിബിയൻസ് 54, റെപ്റ്റൈൽസ് 219, ബേർഡ്സ് 89, മാമൽസ് 732, മാമൽസ് 332, സിനാപ്സിഡ്സ് 78. ഇതെല്ലാം രണ്ടായിട്ട് ഗുണിക്കുക. കാരണം ആണും പെണ്ണുമായിട്ടാണ് പെട്ടകത്തിൽ പ്രവേശിച്ചത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇന്ന് ജീവിക്കുന്ന ജീവജാലങ്ങൾ ഏകദേശം 3904 ജീവജാലങ്ങളും നശിച്ചു പോയ അല്ലെങ്കിൽ വംശനാശം സംഭവിച്ചു പോയ ജീവജാലങ്ങൾ ഏകദേശം 2840 ജീവജാലങ്ങളുമാണ്. നോക്കുക, ഇവിടെ വംശനാശം സംഭവിച്ച ജീവജാലങ്ങൾ ഏകദേശം 2840ഉം ജീവിച്ചിരിക്കുന്ന ഇന്നും നിലനിൽക്കുന്ന ജീവജാലങ്ങൾ 3904ഉമാണ്. അങ്ങനെ മൊത്തം നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച ആനിമൽസ്, ഒരിക്കൽ കൂടെ ഓർക്കുക, സ്പീഷീസ് ലെവൽ അല്ല, കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് കൈൻഡ്സ് ആണ്, തരം തരമായിട്ടാണ് പെട്ടകത്തിലേക്ക് പ്രവേശിച്ചത്. ആ തരങ്ങൾ എന്ന് പറയുന്നത് ടോട്ടൽ ആനിമൽ കൈൻഡ്സ് ഇൻ ദ ആർക്ക് ഓഫ് നോഹ എന്ന് പറയുന്നത് 1398 ആണ്. അതായത് ഏകദേശം 1400 കൈൻഡ്സ് മാത്രമേ നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചുള്ളൂ. ഇനി ടോട്ടൽ ആനിമൽസ് ഇത്ര തരമായിട്ട് എടുക്കണമെന്നും ആണും പെണ്ണുമായിട്ട് എടുക്കണമെന്നും 7 എടുക്കണമെന്നും ശുദ്ധിയുള്ളതും ശുദ്ധി ഇല്ലാത്തവരായിട്ടും എടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ നോഹയുടെ പെട്ടകത്തിലുള്ള ജീവജാലങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ഏകദേശം 7000-അടുത്താണ്, അല്ലെങ്കിൽ 6744 കൈൻഡ്സ് ആണ്, മൊത്തം ആനിമൽസ് ആണ് നോഹയുടെ പെട്ടകത്തിലുള്ളത്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നോഹയുടെ പെട്ടകത്തിന്റെ വലിപ്പം പറഞ്ഞു, ഏകദേശം 483 സെമി ട്രെയിലേഴ്സിന്റെ വലിപ്പമുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ 1.5 ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പവും 2 ബസ്സുകൾ അടുപ്പിച്ചു വെച്ചാൽ അത്ര വീതിയും 2-3 ജിറാഫുകൾ മുകളിൽ വെച്ച 3 ജിറാഫുകൾ അടുക്കിനടുക്കിന് മുകളിൽ നിൽക്കുകയെന്നിരിക്കട്ടെ, അത്ര ഉയരമുള്ള ഈ പെട്ടകം, ഈ വലിയ പെട്ടകത്തിന്റെ അകത്തേക്ക് ഏകദേശം 7000 ആനിമൽസിനടുത്താണ് പ്രവേശിക്കപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ആനിമൽസ് കഴിഞ്ഞാൽ ലോകപ്രശസ്തനായ ഒരു ക്രിയേഷനിസ്റ്റ് പറയുന്ന അനുസരിച്ച് ഈ 7000-അടുത്ത് വരുന്ന മൃഗങ്ങൾ പെട്ടകത്തിന്റെ അകത്തേക്ക് കയറിയാലും ഏകദേശം 15000-ഓളം ആടുകൾക്ക് നിൽക്കുവാനുള്ള സ്ഥലം ഇനിയും പെട്ടകത്തിന്റെ അകത്തുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഫിബിയൻസ്, റെപ്റ്റൈൽസ്, മാമൽസ് ആൻഡ് ബേർഡ്സ്, ഇത്രമാത്രം ജീവജാലങ്ങൾ എല്ലാം കൂടെ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7000-അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. ഈ കൈൻഡ്സ് പുറത്തിറങ്ങിയിട്ടാണ് ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന രീതിയിലുള്ള സകല സ്പീഷീസുകൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു ഡോഗ് കൈൻഡാണ് പെട്ടകത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചത്, അത് പുറത്തേക്ക് ഇറങ്ങി വന്നു. കഴിഞ്ഞ 500 വർഷത്തിനകത്ത് ഏകദേശം 400 ഡോഗ് ബ്രീഡ്സ് ഉണ്ടാക്കിയതുപോലെ, കാരണം മനുഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെട്ട പെട്ടാണ്, അപ്പോൾ അവർക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇത്രമാത്രം ബ്രീഡ്സുകൾ ഉണ്ടാക്കിയതുപോലെ ഇവിടെ പ്രോക്രിയേഷൻ, ഈ പ്രത്യുൽപാദന പ്രക്രിയ ഈ ലോകത്തെമ്പാടും ഇത്രയും വർഷങ്ങൾ സമയം കൊണ്ട് സംഭവിച്ചാണ് ഇന്ന് കാണപ്പെടുന്ന രീതിയിലുള്ള 10000-കണക്കിന് സ്പീഷീസുകൾ ലോകത്ത് ഉണ്ടായി വന്നത്. ഇപ്പോൾ ഇവിടെ മറ്റൊരു ചിന്തയും കൂടെ വരും. ഇത്രമാത്രം ആഹാരം അവിടെ സംരക്ഷിക്കപ്പെടണം, മാത്രമല്ല അവയ്ക്ക് നിന്ന് തിരിയാൻ സ്ഥലം വേണം. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നോഹ പെട്ടകത്തിന്റെ അകത്തേക്ക് സെലക്ട് ചെയ്തത് ചെറിയ ജീവികളെ ആയിരിക്കാം. കാരണം അതിന് ലോജിക്കലായിട്ട് അതിനെ നിർവചിക്കാൻ കഴിയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന് കുറച്ച് ആഹാരം കൊടുത്താൽ മതി. നമുക്കറിയാം, വലിയൊരു പശുവിനും ചെറിയൊരു ക്രാവിനും കൊടുക്കുന്ന ആഹാരത്തിന്റെ അളവൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ പെട്ടകത്തിന്റെ അകത്തേക്ക് കയറിയ
ജീവജാലങ്ങൾക്കെല്ലാം ഫുഡ് സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ അല്ലെങ്കിൽ യങ് ആയിട്ടുള്ള ചെറുപ്പമായിട്ടുള്ള ആനിമൽസിനെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ അവയ്ക്ക് കുറച്ച് ഫുഡ് കൊടുത്താൽ മതി. ആ ഫുഡ് കഴിച്ച ശേഷം ഉണ്ടാകുന്ന വേസ്റ്റുകളെ കൺട്രോൾ ചെയ്യണമെങ്കിലും ചെറിയ ജീവജാലങ്ങളാണെങ്കിലേ പറ്റത്തുള്ളൂ. മാത്രമല്ല അവയ്ക്ക് നിന്ന് തിരിയാൻ സ്ഥലം കൂടുതൽ വേണം. അങ്ങനെയാണെങ്കിലും ചെറിയ ജീവജാലങ്ങളെ പറ്റത്തുള്ളൂ. അതുപോലെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച ജീവജാലങ്ങൾ അല്ലെങ്കിൽ ആനിമൽസിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട 2 പ്രത്യേകതകൾ: ഇവ ചെറുപ്പമാണെങ്കിലേ ഈ ആനിമൽസിനെ മെരുങ്ങി ഇവയെ കൊണ്ടു നടക്കാനും ഇവയെ കൺട്രോൾ ചെയ്യാനും സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, ഈ ചെറുപ്പമുള്ള ജീവജാലങ്ങളെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് പ്രജനനം നടത്തി റീപ്രൊഡക്ഷൻ നടത്തി ദീർഘകാലം ജീവിക്കണം. ആ ഒരു ചിന്തയിൽ കൂടി ചിന്തിക്കുമ്പോഴും ചെറുപ്പമുള്ള ആനിമൽസിനെ ആയിരിക്കാം പെട്ടകത്തിൻ്റെ അകത്തേക്ക് നോഹ പ്രവേശിപ്പിച്ചത്. ഞാൻ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഇവ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ്, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റിൻ്റെ അളവ്, ഇവയെ കൺട്രോൾ ചെയ്ത് മെരുക്കി ഉപയോഗിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ അതിലേറ്റവും ഉപരിയായിട്ട് പ്രളയത്തിന് ശേഷം പെട്ടകത്തിൽ നിന്ന് ഇവർ പുറത്തേക്ക് ഇറങ്ങി റീപ്രൊഡക്ഷൻ്റെ ആ കാലയളവിനെ പറ്റി ചിന്തിക്കുമ്പോഴും, കാരണം ഇത് പെരുകണമെന്നും ഭൂമി മുഴുവൻ നിറയണമെന്നും ദൈവത്തിന് ഇഷ്ടത്തിൽപ്പെടുന്ന കാര്യമാണ്, അതിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോഴും നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് കയറിയത് ജുവനൈൽ ആനിമൽസ് ആണ്. അതായത് ചെറുപ്പമുള്ള ആനിമൽസ് ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് തന്നെ ഇതെല്ലാം ലോജിക്കലായിട്ട് നമുക്ക് വിശ്വസിക്കാവുന്ന വസ്തുതകളാണ്. ഇനി മറ്റൊരു കാര്യം, ചിലർ ചിന്തിക്കാറുണ്ട്, നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് എങ്ങനെ ഡൈനോസേഴ്സ് പ്രവേശിച്ചു? നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡൈനോസേഴ്സിനെ എങ്ങനെ തള്ളിക്കയറ്റുമോ? ഇനി ചിലർ ചിന്തിക്കുന്നവരുണ്ട്, നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്ത് ഡൈനോസേഴ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിന് പകരം അവർ പറയുന്ന വസ്തുത എന്ന് പറയുന്നത് ദൈവം സൃഷ്ടിപ്പ് നടത്തിയപ്പോൾ പുനഃസൃഷ്ടിപ്പാണ് നടത്തിയത്, അതിനു മുൻപ് ഉണ്ടായിരുന്ന ജീവികളാണ് ഡൈനോസേഴ്സ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയും, സകല ജീവജാലങ്ങളും പെട്ടകത്തിൽ കയറണമെന്നാണ് പറയുന്നത്. കാരണം ഡൈനോസർ ഒരിക്കലും വെള്ളത്തിലല്ല ജീവിച്ചത്, അത് കരയിൽ ജീവിച്ചിരുന്നവരാണ്. അവ മാംസഭൂക്കളുണ്ട്, സസ്യഭൂക്കളുണ്ട്. ഇവ കരയിൽ ജീവിച്ചിരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ആവശ്യപ്പെട്ടതനുസരിച്ച് കരയിൽ ജീവിക്കുന്ന സകല മൃഗങ്ങളിലും ഒരു പെയറ് ഡൈനോസർ പെട്ടകത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴും നമ്മുടെ അകത്ത് കയറി വരുന്ന മറ്റൊരു ചിന്ത ഇവിടെ വലിപ്പമാണ്. കാരണം ഇത്ര വലിയ പെട്ടകത്തിൻ്റെ അകത്ത് 10 ഡിനോസറുകളെ വെച്ച് കഴിഞ്ഞാൽ, വലിയ ഡിനോസറുകളെ വെച്ച് കഴിഞ്ഞാൽ പെട്ടകം നിറയും. അങ്ങനെയാണെങ്കിൽ ഇത് എപ്രകാരം സംഭവിക്കും? ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പെട്ടകത്തിൻ്റെ അകത്തേക്ക് ജീവജാലങ്ങൾ കയറിയതിൻ്റെ കൂടെ ഡിനോസർ കയറി. പക്ഷെ കയറിയ ഡിനോസർ ഈ വലിപ്പമുള്ള ഡിനോസറുകളല്ല. നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് ഡിനോസറുകൾ കയറിയിരുന്നോ എന്നുള്ള ചിന്തയ്ക്ക് വിഘാതമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ചിന്ത ഇതിൻ്റെ വലിപ്പമാണ്. നമുക്കറിയാം, ജുറാസിക് പാർക്ക്, ജുറാസിക് വേൾഡ് ഇങ്ങനെയുള്ള സിനിമകളിൽ കൂടി നമ്മുടെ അകത്ത് കയറിപ്പെട്ടിരിക്കുന്ന ചിന്ത ദിനോസറുകളെല്ലാം ആകാശം മുട്ടെ വലിപ്പമുള്ളവയാണെന്നാണ്. പക്ഷേ ഏകദേശം 60 തൊട്ട് 80 കൈൻഡുകൾ, അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫാമിലി ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ഇത്രമാത്രം കൈൻഡ്സ് ഓഫ് ഡൈനോസേഴ്സ് ലോകത്തിലുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രമല്ല, ആവറേജ് വലിപ്പമുള്ളൊരു ഡിനോസറിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു ബഫല്ലോ സൈസാണ്. അതായത് ഏകദേശം ഒരു കാട്ടുപോത്തിൻ്റെ, ഒരു വലിയ പശുവിടെയൊക്കെ അത്ര വലിപ്പമേ മാത്രമേ ഒരു ആവറേജ് സൈസുള്ള ഡിനോസറുകൾക്ക് വരുന്നുള്ളൂ. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത്രമാത്രം 60 തൊട്ട് 80 വരെ കൈൻഡ്സ് ഓഫ് ഡൈനോസേഴ്സിൽ ചിലത് മാത്രമാണ് നമ്മൾ ചിത്രീകരണങ്ങളിൽ കൂടെ കാണുന്ന ഈ ആകാശം മുട്ടെ വലിപ്പമുള്ള ദിനോസറുകൾ. നോഹയുടെ പെട്ടകത്തിൻ്റെ അകത്തേക്ക് ഡിനോസറുകൾക്ക് കയറാം. കാരണം എന്താണ്? ചെറിയ ഡിനോസറുകളെയാണ്, ചെറുപ്പക്കാരായ ഡിനോസേഴ്സിനെയാണ് അതിൻ്റെ അകത്തേക്ക് കയറ്റിയത്. മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞു വെച്ച കൈൻഡ് ലെവൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് പെട്ടകത്തിൻ്റെ അകത്തേക്ക് കയറിപ്പോയ ഡൈനോസേഴ്സ് പുറത്തിറങ്ങി കഴിയുമ്പോൾ ഈ കൈൻഡ് കൊണ്ട് ഇത്രമാത്രം സ്പീഷീസുകൾ ഉള്ള ഡൈനോസേഴ്സിൻ്റെ വേൾഡിനെ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം, പെട്ടകത്തിൻ്റെ അകത്തേക്ക് കയറിയ ജീവജാലങ്ങളുടെ കൂട്ടത്തിൽ
ഡിനോസറുകളും ഉണ്ടായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചിന്തയുണ്ട്. ആരാണ് ഈ പെട്ടകം ഉണ്ടാക്കിയത്? നോഹയ്ക്ക് തന്നെ പെട്ടകം ഉണ്ടാക്കാൻ പറ്റുമോ? സത്യമായിട്ടും ഇല്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു ദൗത്യം തൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ട് താൻ അത്രയും വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്തു. ശലോമോൻ ദേവാലയം നിർമ്മിച്ചു എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശലോമോൻ ഒറ്റയ്ക്ക് നിർമ്മിച്ചു എന്നല്ല. അതുപോലെ തന്നെ നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ഒരുപക്ഷെ നോഹയുടെ സുഹൃത്തുക്കളും മറ്റുള്ള ആളുകളൊക്കെ കൂടിക്കാണണം. കാരണം പെട്ടകം പണിയാൻ വരുന്ന ആള് പെട്ടകത്തിൽ കയറി രക്ഷപ്പെടണം എന്നുള്ള ചിന്തയൊന്നും അന്ന് ഉണ്ടായിരിക്കത്തില്ല. പെട്ടകം പണിതുള്ള ആ വേതനം മാത്രം അവർക്ക് ലഭിച്ചാൽ മതിയായിരുന്നിരിക്കാം. പക്ഷേ അതുകൊണ്ട് ആരാണ് പെട്ടകം പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോഹയും തൻ്റെ കുടുംബവും തൻ്റെ കൂട്ടാളികളും സുഹൃത്തുക്കളും ഒക്കെ ചേർന്നായിരിക്കാം. പക്ഷെ നോഹ പറഞ്ഞ മെസ്സേജ് അവർ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ ഈ പണിയിൽ അവരെല്ലാം കൂടിക്കാണണമെന്ന് വേണം നമുക്ക് വിശ്വസിക്കാനായിട്ട്. അതുകൊണ്ട് എങ്ങനെയാണ് നോഹ ഒറ്റയ്ക്ക് പെട്ടകം പണിതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ വിശദീകരണം തന്നെ ധാരാളമാണ്. നോഹയുടെ കാലത്തുണ്ടായ പ്രളയം ഒരു ലോക്കൽ ഫ്ലഡ് ആണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അത് ലോകമെമ്പാടുമൊന്നും പോയിട്ടില്ല. അത് ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം സംഭവിച്ച ഒരു ഫ്ലഡ് ആണെന്ന്. എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 13 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ദ എൻഡ് ഓഫ് ഓൾ ഫ്ലഷ്, അതായത് എല്ലാ ജീവജാലങ്ങളുടെയും അവസാനം എന്നാണ് അതിൻ്റെ അകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. ഒരു ലോക്കൽ ഫ്ലഡ് ആണെങ്കിൽ, ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഫ്ലഡ് ആണെങ്കിൽ എന്തുകൊണ്ട് എല്ലാ ജീവജാലങ്ങളും എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ഇനി മറ്റൊരു വസ്തുത, ഓൺ ദ എർത്ത് ഷാൽ ഡൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഭൂമിയിലുള്ള സകലതും എന്നാണ്. ഭൂമിയിലുള്ള എല്ലാം. ദൈവം നോഹയോട് പെട്ടകമുണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് തന്നെ അതൊരു ലോക്കൽ ഫ്ലഡ് അല്ല എന്നതുകൊണ്ടാണ്. ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിന്നതല്ല എന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ഒരു സ്ഥലത്ത് പ്രളയമുണ്ടാകുമ്പോൾ, കൊടുങ്കാറ്റടിക്കുമ്പോൾ അവിടെയുള്ള ആളുകളെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും മറ്റുമൊക്കെ മാറ്റിപ്പാർപ്പിക്കാറുണ്ട്. അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ മാറിപ്പോയി താമസിക്കാറുണ്ട്. പ്രശ്നം ബാധിക്കാത്ത സ്ഥലത്തേക്ക് അവർ മാറിപ്പോകാറുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നോഹയും കുടുംബവും അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിച്ച് വേറെ സ്ഥലത്തേക്ക് പോകാതെ അവിടെ തന്നെ നിന്നു? അതായത് ജലപ്രളയം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മാറിപ്പോയി രക്ഷപ്പെടാമായിരുന്നു, മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ട്, ഉയർന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട്. പക്ഷേ ദൈവം എന്തുകൊണ്ട് പെട്ടകമുണ്ടാക്കുവാൻ പറഞ്ഞു? അതിൻ്റെ അർത്ഥം അതൊരു ലോക്കൽ ഫ്ലഡ് അല്ല എന്ന് തന്നെയാണ്. മാത്രമല്ല, എല്ലാ ഉയരമുള്ള കുന്നുകളും മലകളും മൂടിപ്പോയെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയരമുള്ള മലയിൽ നിന്നും കുറച്ചടി ഉയരത്തിൽ വരെ വെള്ളം കെട്ടിക്കിടന്നു. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു ഗ്ലോബൽ ഫ്ലഡ് എന്ന് തന്നെയാണ്. ഇത്രത്തോളം മാസങ്ങൾ സമയമെടുത്തു ഈ പ്രളയം തീരാൻ വേണ്ടിയിട്ടും കാര്യങ്ങളുടെ ഗതികളെല്ലാം മാറി മറിയുവാനായിട്ടും. പെട്ടകം അരാരാത്ത് പർവ്വതനിരകളിൽ ഉറയ്ക്കുന്നതും പിന്നെ ജീവജാലങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതൊരു ഗ്ലോബൽ ഫ്ലഡാണ്. ലോകമെമ്പാടും ഈ ഗ്ലോബൽ ഫ്ലഡിനെ സംബന്ധിച്ചുള്ള 100 കണക്കിന് തെളിവുകൾ ശേഷിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുകയാണ്. കൊറിയയിലുള്ള ചില ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതുപോലെ ഒരു പെട്ടകം അവർ രൂപകൽപ്പന ചെയ്തു, അവർ ഉണ്ടാക്കി, വലിയൊരു പെട്ടകമുണ്ടാക്കി അവർ പുറംകടലിൽ കൊണ്ടുപോയിട്ടു. ആ പുറംകടലിൽ കൊണ്ടുപോയിട്ട് അതിനെ പരീക്ഷിച്ചു, അതിനെ പഠിച്ചു. അതിനെപ്പറ്റി അവർ ചെയ്ത റിസർച്ച് പേപ്പറുകളിൽ അവർ എത്തിച്ചേർന്ന നിഗമനം എന്നുള്ളത് അത് അബ്സല്യൂട്ട്ലി ഫൈൻ എന്നാണ്. അതായത് അതിനൊരു പ്രശ്നവും തട്ടിയിട്ടില്ല, അത് വളരെ ശക്തമാണെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് തന്നെ നോഹയുടെ കാലത്തുണ്ടാക്കിയ ആ പെട്ടകം ശക്തമായിരുന്നു. അത് ഏത് പ്രതിസന്ധികളെയും ജയിക്കത്തക്ക രീതിയിൽ നിർമ്മിച്ച ഒരു സാങ്കേതിക വിദ്യ ആയിരുന്നു എന്ന് വേണം അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നോഹയെപ്പോലെ ദൈവപ്രവൃത്തിയിലുള്ള ആ വലിയ കാത്തിരിപ്പും പ്രത്യാശയും അസാധാരണമായ വിശ്വാസവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എപ്രകാരമാണ് നോഹയുടെ പെട്ടകത്തിൽ ഇത്രമാത്രം ജീവജാലങ്ങൾ കയറിയത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായിട്ട് 3 പ്രധാനപ്പെട്ട സോഴ്സുകൾ കൂടെ ഞാൻ തരാൻ താല്പര്യപ്പെടുകയാണ്. 1 ആൻസേഴ്സ് ഇൻ ജെനസിസ്, 2 ആർക്ക് എൻകൗണ്ടർ, 3 ക്രിയേഷൻ മിനിസ്ട്രീസ് ഇന്റർനാഷണൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.